ഒരു ഇടിച്ചമ്മന്തി തയ്യാറാക്കിയാലോ? അതിനുള്ള വത്തലമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, കരിയാപ്പില, ഉപ്പ് ഇതെല്ലാം എടുത്തതിന് ശേഷം അടുപ്പിൽ നമ്മുടെ ചട്ടി വെച്ചു. നന്നായി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് എണ്ണ ചൂടായെന്ന് കാണുമ്പോൾ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇത് നന്നായിട്ട് മൂക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം അത് മൂത്തൊന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വത്തലമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ ആ കരിയാപ്പില ഉള്ളത് അതും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനുശേഷമായിട്ട് ആ പുളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മൂക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത്, കാരണം മുളകയിലും കരിയാപ്പിലെല്ലാം ഉപ്പ് പിടിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഈ കൂടെ നമ്മുടെ ഇടിക്കാനുള്ള കല്ലും തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോഴേ ഗ്യാസ് ഓഫാക്കി. ഒത്തിരി കരിയരുത്, അപ്പോൾ രുചി മാറിപ്പോവും. ആ നമ്മുടെ മൂത്തത് നമ്മുടെ ചട്ടിക്കകത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ കല്ലിലോട്ട് എടുത്തിട്ട് ദാണ്ട് ഇതുപോലെ ചതയ്ക്കുക. ഈ നിസ്സാരമായ പണിയൊന്നുമല്ല ഈ ചതയ്ക്കുന്നത്, എന്നാൽ പോലും നമ്മുടെ ആവശ്യമാണല്ലോ. നന്നായിട്ട് ചതയ്ക്കുക. ചതച്ച് കഴിഞ്ഞ് നന്നായിട്ട് ചതച്ചെന്ന് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതൊന്ന് ഇളക്കി നമുക്ക് ചൂട് ചോറിനകത്തോട്ടൊക്കെ ഇളക്കി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ? നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊരു ചെറിയ കറി. ഒന്ന് ട്രൈ ചെയ്തോ.